ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാൻ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാഷണൽ മിഡ്ഫീൽഡേഴ്സിന്റെ ഒരു അടിപൊളി പാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മച്ചാൻ നിങ്ങൾ എന്തായാലും ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഗൈസ് നിങ്ങൾ ആരും ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ 6000 പോയിന്റ്സ് നേടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും 50 കോയിൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് എന്താ പറയുക അതെല്ലാവരും നോക്കണം, കാരണം മറന്നു വരുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ ട്രിക്ക് വീഡിയോയിലോട്ട് അടക്കാം മച്ചാൻ. അപ്പം നമ്മുടെ അടുത്ത് ആകെ 265 കോയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പാക്കിനുള്ളിലോട്ട് കയറുന്നു, എന്നിട്ട് നെറ്റ് വേൺ എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഗൈസ് ഇതേപോലെ തന്നെ നിങ്ങൾ സ്റ്റാറ്റസും കാര്യങ്ങളും നോക്കുക. മെല്ലെ ചെയ്താലും മതി, 1-2 സെക്കൻഡ് എടുത്തിട്ട് ചെയ്താലും മതി. നമ്മൾ ഓൾറെഡി എടുത്ത ഒരു അക്കൗണ്ടിലാണ് ഈ ഒരു ചെയ്യുന്നത്. അതിനുശേഷം ഗൈസ് നമ്മൾ ഇനീസ്റ്റേൻ എടുക്കുന്നു. മച്ചാന്മാരെ ഓൾറെഡി അത്യാവശ്യം നല്ലൊരു കിടിലൻ പാക്കാണ് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു പാക്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഈ ഒരു പാക്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാർഡ് ഏതാണ്. അതെന്താ വെച്ചാൽ ഈ ഒരു പാക്കിൽ ഇനീസ്റ്റിക്കാണ് കുറച്ച് അത്യാവശ്യം നല്ല ഇതുണ്ട്. പിന്നെ നെറ്റ് വേർഡ് ആണെങ്കിലും സീനില്ല, 3 കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലിമിറ്റഡ് ഡ്രോ 150 തന്നെ ഉള്ളൂ. അതിനുശേഷം ഗൈസ് നിങ്ങൾ ജസ്റ്റ് സ്റ്റാറ്റസും കാര്യങ്ങളും നോക്കിയതിന് ശേഷം ആൻഡ്രേ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് ഇവിടെ, ഓർക്കസ്ട്രേറ്റർ. ആ ഒരു പ്ലെയറിൻ്റെ എടുത്തതിന് ശേഷം സ്റ്റാറ്റസും കാര്യങ്ങളും നോക്കുക. ബ്രസീലിൻ്റെയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇടേണ്ടത് എന്താ വെച്ചാൽ ഗെയിം പ്ലാൻ ഇട്ടതിന് ശേഷം ഈ ഒരു 3 പൊസിഷൻ റിലീസ് ആക്കിയിട്ട് നിങ്ങൾ എന്താ ജസ്റ്റ് എന്താ പറയുക സാധാ ഒരു നമ്മുടെ മാനേജറിനെ ഇട്ടിട്ട് ചെയ്താൽ മതി. അതിനുശേഷം നമ്മളിത് നാഷണൽ മിഡ്ഫീൽഡേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കുകയാണ്. അപ്പോൾ മച്ചാന്മാരെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അടിക്കുന്ന ഒരു ട്രിക്കാണ്. സോ ഗൈസ് അതിനുശേഷം നമ്മൾ വീണ്ടും ഇനീസ്റ്റൈൻ ഇതേപോലെ 2 വട്ടം റൊട്ടേറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആരും സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്, കാരണം കറക്റ്റായിട്ട് സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. കാരണം ഫസ്റ്റ് റേയോ സെക്കൻഡ് റേയോ നിങ്ങൾക്ക് അടിക്കുന്ന ഒരു ട്രിക്കാണ്. അതിനുശേഷം ക്യാൻസൽ ചെയ്യുന്നു, വീണ്ടും ക്യാൻസൽ ചെയ്യുന്നു വെച്ചാൽ മതി. അപ്പോൾ വീണ്ടും ക്യാൻസൽ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ പാക്കിനുള്ളിലോട്ട് കയറുക. അതിനുശേഷം ഗൈസ് നിങ്ങൾ നെറ്റ് വേർഡിന് എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്തു 3 പ്രാവശ്യം വീണ്ടും റൊട്ടേറ്റ് ചെയ്തു, 4ാമത്തെ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് ബാക്കോട്ട് ഇറങ്ങുന്നു. അതിനുശേഷം ഇനീസ്റ്റൈൻ എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്ത് ബാക്ക് എടുക്കുന്നു. ഇതേപടി ചെയ്ത് നോക്കുക കേട്ടോ മച്ചാന്മാരെ. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവരും കിട്ടുന്ന ഒരു ട്രിക്കാണ്. അതിനുശേഷം ഗൈസ് 2ാമത്തെ പ്രാവശ്യം 3ാമത്തെ പ്രാവശ്യം നമ്മൾ എന്താ 100 രൂപയും കൊടുത്തു. അപ്പോൾ മച്ചാന്മാരെ ഓൾറെഡി നമ്മൾ ആദ്യം വിചാരിച്ചു ഇതേപോലെയാണ് നമുക്ക് ഓൾറെഡി സബ്സ്ക്രൈബറിൻ്റെ ഒരു അക്കൗണ്ടിൽ കണ്ടത് നമ്മുടെ ബേസ് മോഡൽ. പക്ഷേ ഉള്ളിലെത്തിയപ്പോഴാണ് സംഭവം ഉള്ളിൽ മഞ്ഞുണ്ടായിരുന്നു മച്ചാന്മാരെ. അപ്പോൾ എനിക്ക് ഓൾറെഡി റൂമിയൊക്കെ ഇങ്ങനെയായിരുന്നു അടിച്ചപ്പോൾ കുറേ ആനിമേഷൻ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഓൾറെഡി നമുക്ക് ഈ വെച്ചാൽ നമ്മുടെ ബാക്ക് ആവും പറഞ്ഞത് നെറ്റ്വേർഡാണ്. പക്ഷേ ഇനീസ്റ്റേനെ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ 6ാം നമ്പർ. അപ്പം ജസ്റ്റ് 100 കോയിൻ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം മച്ചാന്മാരെ ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. അത്യാവശ്യം രാവിലെ വന്ന പാക്ക് ആയതുകൊണ്ട് ഇപ്പോൾ പ്രൊബിലിറ്റി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 50 രൂപേൻ്റെ കോയിൻ അവിടെ തന്നെ ഉണ്ട്. 6000 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടും. ഈ മാച്ചിലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കി കാണുക, മറന്നു പോരുത്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇന്നലെ ഓൾറെഡി ലൈവ് വന്നായിരുന്നു. അപ്പം ഇന്ന് ലൈവ് ഉറപ്പായിട്ട് ഉഷാറാക്കാം. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.